ഹായ് ഗൈസ്, എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ കാലമായില്ലേ? എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് വീഡിയോ ഇടാത്തതെന്നൊക്കെ. ഒന്നുമില്ല, വീഡിയോ എടുത്തെടുത്ത് വെക്കുന്നുണ്ട്, പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ പിന്നെ എസ്തുവിൻ്റെ ബാക്കിൽ ഫുൾ ബിസി ആയതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ വെറുതെ ടൈം കിട്ടിയപ്പോൾ എഡിറ്റ് ചെയ്തെന്നുള്ളൂ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ദിവസം ബുർജ് ഖലീഫയിൽ 750 നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 6:45 ഒക്കെ കഴിഞ്ഞു. കാണാൻ പറ്റുമോ ഇല്ലേ, അവിടെ എത്തുമോ, ട്രാഫിക് കിട്ടുമോ ഒന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ട്രാഫിക്കൊന്നും ഇല്ല. ദുബായ് ടു ഷാർജയാണ് ട്രാഫിക്ക്, ഷാർജ ടു ദുബായ് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ദുബായിലെത്തി. 750 പറഞ്ഞേക്കുന്നത്, പക്ഷെ ഇപ്പോൾ ഒരു 720 ഒക്കെ ആയിട്ടുള്ളൂ. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ട്രാഫിക് കിട്ടിയില്ലെങ്കിൽ. ഇപ്പോൾ ഈ പൊടിക്കാറ്റായിട്ട് 2 ദിവസം ഭയങ്കര പൊടിക്കാറ്റായിരുന്നല്ലോ. അപ്പോൾ ചൂട് കുറയുമെന്നൊക്കെ പറയുന്നുണ്ട്, അറിഞ്ഞുകൂടാ. നമ്മുടെ സുഹേൽ നക്ഷത്രം വരണമല്ലോ ചൂട് കുറയണമെങ്കിൽ. അപ്പോൾ അത് വന്നിട്ടില്ല. അങ്ങനെയൊക്കെ. പിന്നെ മഴ അലൈൻ ആ ഭാഗത്തൊക്കെ മഴ കിട്ടുന്നുണ്ട്, ഹൈ റേഞ്ചിലൊക്കെ മഴ കിട്ടുന്നുണ്ട്. തണുപ്പുണ്ട്. ജബൽ ജയ്സിലൊക്കെ, കോർഫക്കാനിലൊക്കെ ആയാലും ആ ഷുഹൂബ് റെസ്റ്റേരിയൻ്റെ അവിടെയൊക്കെ ഭയങ്കര ടെമ്പറേച്ചർ കുറവുണ്ട്. പക്ഷെ ഇങ്ങോട്ടൊക്കെ ഭയങ്കര ചൂടാണ് ഇപ്പോഴും. ഷാർജയിലൊന്നും ഇപ്പോഴും മഴ കിട്ടിയിട്ടില്ല. ക്ലൗഡ് സീഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ന്യൂസിലൊക്കെ കണ്ടത്, പക്ഷെ ഇതുവരെ മഴ പെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ ദുബായ് മാളിൽ എത്തിയിട്ടോ. നമുക്ക് ദുബായ് മാളിൻ്റെ സിനിമ പാർക്കിങ്ങിലോട്ടാണ് പോകേണ്ടത്. ഇവിടെ കുറച്ച് ട്രാഫിക് ഉണ്ട്. ഇപ്പോൾ ടൈം 7:30 ആയി. ഇനിയിപ്പോൾ വണ്ടിയിൽ തന്നെ ഇരുന്ന് ഇത് ലൈറ്റിങ് കാണേണ്ടി വരുമോ എന്നറിയില്ല. ഇവിടെ നിന്നിറങ്ങി ബുർജ് ഖലീഫ കാണുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. പാർക്കിംഗ് ഫുള്ളാണെന്ന് തോന്നണേ. P1 P2 എല്ലാം ഫുള്ളായി. ഇനി P3 പാർക്കിംഗ് കിട്ടുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടി P3. ഇതാണ്ട് ഇവിടുന്ന് ദുബായ് മാളിലോട്ടുള്ള എൻട്രൻസ്.
എസ്തുവിനെ സ്ട്രോളറിലാണ് ഇരുത്തിയേക്കണത്. പക്ഷേ ഇപ്പോൾ എസ്തു പണ്ടത്തെ പോലെ അല്ല. എസ്തു ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ സ്ട്രോളറിൽ ഇരിക്കാറില്ല. എസ്തുവിന് മറ്റേ വേറെ പിള്ളേരൊക്കെ നടക്കണം കാണുമ്പോൾ ഇറങ്ങി നടക്കണം, ഓടണം, ആ ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല തിരക്കുണ്ട്. എസ്തു ഇരിക്കുകയോ ഇല്ലയെന്നറിയില്ല. ഇപ്പോൾ ടൈം 7:45 കഴിഞ്ഞു കേട്ടോ. ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ ലൈറ്റിംഗ് സ്റ്റാർട്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ ഒരു കൊച്ചു മേടിക്കണായിട്ട്, അപ്പോൾ അത് നോക്കി നിന്നതാട്ടോ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊച്ചുങ്ങളൊക്കെ ഇറങ്ങി നടക്കണം കാണുമ്പോൾ എസ്തുവിൽ ഇറങ്ങണം നടക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ എസ്തു ഇരിക്കണത്. സ്റ്റോളിൽ ഇരിക്കും, എഴുതേക്കും, അങ്ങനെയാണ്. ശരിയാണ്, ഇവിടെ ഭയങ്കര തിരക്കാണ്. അതാണ് എസ്തു എസ്തു അപ്പോൾ ഇത് നമ്മുടെ ദുബായ് അക്വേറിയം. ദുബായ് ഫൗണ്ടെയിൻ ഉണ്ട്. ഫൗണ്ടെയിൻ ഇപ്പോൾ എന്തോ വർക്ക് നടക്കുന്നത് കൊണ്ട് അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. അവിടെ എന്താണെന്ന് അറിഞ്ഞൂടെ. അല്ലെങ്കിൽ ഞാൻ ബുർജ് ഖലീഫയുടെ അവിടെ നമ്മൾ വ്യൂ കാണാൻ പോകുമ്പോൾ അവിടെ ഫൗണ്ടെയിൻ ഉണ്ടാവാറുണ്ട് ഹാഫ് ആൻ അവർ കൂടുമ്പോൾ. പക്ഷേ ഇന്ന് എന്തോ അവിടെ എന്തോ വർക്ക് നടക്കാൻ തോന്നുന്നു, ക്ലോസ്ഡ് ആണത്. അപ്പോൾ എസ്തു രക്ഷയില്ല കേട്ടോ. എസ്തു സ്ട്രോളറിൽ ഇരിക്കണില്ല. എസ്തുവിന് ഇവിടെ പിള്ളേരെ കളിക്കണ കാണുമ്പോൾ എസ്തുവിന് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ താഴെ ഇറക്കി വിട്ടു. ഇവിടെ അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ തിരക്കില്ല. ഇപ്പോൾ നേരത്തെ ഞാൻ പോയി പറഞ്ഞില്ല വാട്ടർഫോളിൻ്റെ അവിടെ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ എസ്തുവിന് ഒരു രക്ഷയില്ല. എസ്തു നിൽക്കണില്ല. അപ്പോൾ എസ്തുവിനോട് ഇട്ടിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു. പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല ദുബായ് മാളിൽ നിന്ന്. ദുബായ് മാളിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ ഫ്ലാഗിൻ്റെ മറ്റേ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ലൈറ്റിങ് വന്നിട്ട് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നു എന്ന് മാത്രം. വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെ ഐസ് സ്കേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു.
എസ്തു ഇപ്പോഴും സ്ട്രോളറിൽ ഇരുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പാർക്കിങ്ങിലോട്ട് വേറെ പരിപാടി ഒന്നുമില്ലല്ലോ, പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയും പാർക്കിങ്ങിലും എസ്തു നടക്കണം എന്ന് പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കണേണ്. എസ്തു 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 ബൈ എസ്തു. അരെ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ മെയിനായിട്ടൊന്ന് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് വേറൊരു കൺട്രിയിൽ വന്നിട്ട് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് അല്ലേ. അപ്പോൾ അത് കാണാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വന്നത് തന്നെ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.